നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോഴത്തേന് ഇഷ്ടംപോലെ സെവൻ വലി വരുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ നോർമലാണോ? ഇതുകൊണ്ട് നീ ഒരു അപ്പനാവുന്നു നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഉത്തരം ഇല്ല. കാരണം നമ്മൾ ഈ സെമൻ എന്ന് പറയുന്ന ദ്രാവകത്തിനകത്ത് പുരുഷ ബീജങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു മൈക്രോസ്കോപ്പി പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അടുത്ത കാലത്ത് നടന്നൊരു ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ലേഡി വന്നു. പുള്ളിക്കാരിക്ക് ഒരു 34 വയസ്സുണ്ട്. അവർ കല്യാണമായിട്ട് ഓൾമോസ്റ്റ് 5 വർഷമായി. അവരുടെ ഹസ്ബൻഡിൻ്റെ സെവൻ പരിശോധന അവർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അവർക്ക് ഹസ്ബൻഡിനോട് സെവൻ ടെസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഡോക്ടർ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഐ ആം ഓക്കെ വിത്തിൻ സെക്സ്, എല്ലാ കാര്യങ്ങളും ഞാൻ നോർമലാണ്, എനിക്ക് ഇജാക്കുലേറ്റ് ഇഷ്ടം പോലെ വരാറുണ്ട്, അതൊന്നും പ്രോബ്ലം ഇല്ല. ഞാൻ ആ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനല്ല, നമ്മൾ ഇജാക്കുലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബീജങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അവസാനം വളരെ ബുദ്ധിമുട്ടി ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സെവൻ പരിശോധന ചെയ്തു. ഷോക്കിംഗ്ലി ഒരൊറ്റ ബീജം പോലുമില്ല. ഇതിന് സയൻറ്റിഫിക്കലി പറയുന്ന പേരാണ് അസൂസ്പെർമിയ. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ആ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഗഹനമായ ട്രീറ്റ്മെൻറ്റാണ്. ഈ 5 കൊല്ലം കൊണ്ട് ആ കപ്പിളിന് സംഭവിച്ചത് എന്താണ്? 28 വയസ്സുള്ള ഒരു യങ് ഗേൾ ബിക്കം എ 33-year-old മിഡിൽ ഏജ് ലേഡി. അപ്പോൾ ആ കപ്പിളിൻ്റെ പ്രധാനപ്പെട്ട 5 കൊല്ലമാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ബെറ്റർ ഡു എ സെവൻ അനാലിസിസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോർമൽ.